ഈസ്റ്റ് കോസ്റ്റുകാരുടെ ഈ വിൻ്ററിലെ രണ്ടാമത്തെ വലിയ സ്നോ സ്റ്റോൺ ആണ് ഇപ്പം. ആക്ച്വലി ഇപ്പം ഇങ്ങനെ കാണാൻ പാടാണ് സ്നോ വീഴുന്നത്. വലിയ ഫ്ലേക്സും അല്ല, കുഞ്ഞു കുഞ്ഞു ഫ്ലേക്സ് ആണെങ്കിലും കാറ്റ് കാരണം ഇങ്ങനെ സൈഡ് വേസ് ആണ് ഇത് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിൻഡോയിൽ കൂടെ ഒക്കെ കാണാൻ പാടാം. അപ്പം ഞാൻ വിചാരിച്ചു വെളിയിൽ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. ഇന്നിവിടെ ആക്ച്വലി ഒരു ട്രാവൽ ബാൻ ഉണ്ട്. ഉച്ചയ്ക്ക് 12 മണി വരെ ആരും പുറത്തിറങ്ങിക്കൂടാ, അൺലെസ് എസെൻഷ്യൽ വർക്കർ ആണെങ്കിൽ കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് പുറത്തിറങ്ങിയെന്നുള്ളതിൻ്റെ റീസൺ കാണിക്കാനായിട്ട് ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. ഇന്നെനിക്ക് ജോലിയില്ല, പക്ഷെ നാളെ എനിക്കൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സിന് അവർ ക്യാൻസൽ ചെയ്യോ റീസ്കെഡ്യൂൾ ചെയ്യുമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ള. കാറ്റ് കാരണമാണ് നമ്മുടെ വിൻഡോയിലൊക്കെ ഫുൾ സ്നോ അയക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വീക്ക് മുഴുവൻ സ്നോയാണ്. അതുകൊണ്ട് എന്താവും അവസ്ഥ എന്ന് പറയാൻ പറ്റത്തില്ല. Are you guys drawing? Yeah. You're drawing? സ്നോ ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇന്ന് മൺഡേ ആയിട്ടും സ്കൂളില്ല. ആക്ച്വലി നാളെയും സ്കൂളില്ല എന്നുള്ള മെസ്സേജ് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ദോശയും വൈറ്റ് ചട്നിയും കഴിക്കാനായിട്ട് തോന്നുന്നു. അന്ന് മേടിച്ച ദോശമാവ് ബാക്കി ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ ഇന്നലെ വൈറ്റ് ചട്നി ഉണ്ടാക്കി. കാരണം എനിക്ക് ചട്നി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു. അതുകൊണ്ട് ആ ചട്നിയും ദോശയും കൂടെ നമുക്ക് ലഞ്ചിന് കഴിക്കാം. ഇന്നലെ ഉണ്ടാക്കിയാണ്, ഇനി കുറച്ചുകൂടെ ബാക്കിയുള്ളൂ. പക്ഷെ ഇത് മതി. എൻ്റെ മുടി ആക്ച്വലി എയർ ഡ്രൈ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. അതേസമയം എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് പേരാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് സിറമാണ് യൂസ് ചെയ്യുന്നത്, അല്ല ഏത് സ്റ്റൈലിംഗ് ടൂളാണ് യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്താലോ, സംസാരിച്ചുകൊണ്ട്, അതായത് എന്തൊക്കെയാണ് മുടിയിലിട്ടേക്കുന്നതെന്ന് സംസാരിച്ചുകൊണ്ട് ചെയ്താലോ എന്നൊരു പ്ലാനും എൻ്റെ മനസ്സിലുണ്ട്. നെയ്യുടെ ആവശ്യമില്ല.
Yeah, you know, baby, there's a travel ban until 6 p.m. Huh? People cannot go outside on the road until 6 p.m. Ban? A ban. Mm-hmm. Yeah, baby. Oof, it's freezing. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുടി ബ്ലോ ഡ്രൈ ചെയ്തു. ബ്ലോ ഡ്രൈ ചെയ്യുന്ന വീഡിയോയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിൽ എനിക്ക് ഉറപ്പില്ല. ആക്ച്വലി ഇപ്പം ഞാൻ 2 ഗ്ലാസ് കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ സ്നോ മാറ്റാനായിട്ട് 2 പേര് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചാൽ ഓക്കെ അവർക്ക് ചൂടോടെ കുറച്ച് കാപ്പി കൊടുക്കാമെന്ന്. ഞാൻ ഐസ് കോഫി മാത്രമേ അങ്ങനെ കുടിക്കാറുള്ളൂ. ചൂട് കാപ്പി അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ എനിക്ക് വലിയ നിശ്ചയമില്ല. പക്ഷേ ഇത് അടിപൊളിയാവുമായിരിക്കും. നല്ല മണമൊക്കെ ഉണ്ട്. Oh, they're still there. Play, but not the paper one, the toy. സ്നോ മാറ്റാൻ വന്ന അവർ കാപ്പി 1 കപ്പിലെ ഫുൾ കുടിച്ചു. മറ്റേ കപ്പിലെ പകുതിയിൽ നിന്ന് കുറച്ചുകൂടെ കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കപ്പിങ് എടുത്തു, കാരണം കാപ്പിയൊക്കെ കൂടെ തണുത്ത് മരച്ച് ഐസ് പോലെ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി നാളെ ജോലിയുടെ ഒരു ക്ലാസ് ഉണ്ട് ഹോസ്പിറ്റലിൽ. 3-4 മണിക്കൂറേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അതൊന്ന് ക്യാൻസൽ ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പോൾ റോഡൊക്കെ കുറച്ച് ക്ലിയർ ആയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മിക്കവാറും ക്യാൻസൽ ചെയ്തിട്ടില്ല. ക്ലാസ്സിന് മുന്നേ ആയിട്ട് കുറച്ച് മോഡ്യൂൾസും കുറച്ച് ടെസ്റ്റൊക്കെ എടുക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഗ്യാപ്പിൽ പോയിട്ട് അതങ്ങ് ചെയ്ത് തീർക്കാമെന്ന്. ലഞ്ച് കഴിക്കാൻ സമയം കഴിഞ്ഞെങ്കിലും വിശപ്പ് അധികം അങ്ങോട്ടായിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ഒരു ഓറഞ്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. 1 ഓറഞ്ച് അല്ല 2 ഓറഞ്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്ലോ ഡ്രയറിൻ്റെ ചൂട് മാറിയ സ്ഥിതിക്ക് നമുക്ക് ഇതുകൂടെ എടുത്ത് വയ്ക്കാം. ഒരു പെട്ടി പോലെയാണ് ഇങ്ങനെ വരുന്നത്. ഫൈനലി ബ്ലിസഡിനൊരു അവസാനം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പുറത്തേക്കൊന്ന് പോയി നോക്കാം. പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, കഥയിൽ അവിടെ നിന്ന് നോക്കാം. അവർ ഫ്രണ്ടിലെ സ്നോ എല്ലാം വന്ന് മാറ്റി തന്നു. പക്ഷെ എൻ്റെ കാറിൻ്റെ മുകളിലെ സ്നോ ഇപ്പോഴും അവിടെ തന്നെ അങ്ങോട്ട് പോയേയില്ല, പാർക്കിംഗ് ലോട്ടിലേക്ക് പോയേയില്ല. ഇപ്പോൾ 4:30 ആയി. ഇനിയിപ്പോൾ ഞാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മോഡ്യൂൾസും ഹോംവർക്കൊക്കെ ഫൈനലി കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഡിന്നറോട് ഉണ്ടാക്കി ഈ മൺഡേ അവസാനിപ്പിക്കാം. ഇന്നത്തെ ഡിന്നർ മുട്ടക്കറിയും ചപ്പാത്തിയും. അതിന് മുന്നേ നമുക്ക് കുറച്ച് മുട്ട പുഴുങ്ങാൻ ഇടാം. പൊട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും? ഇല്ലാന്ന് തോന്നുന്നു. എൻ്റെ ഗോ ടു ഡിന്നറാണ് ഒന്നെങ്കിൽ ചപ്പാത്തി, എഗ് കറി, അല്ലെങ്കിൽ എഗ് ബുർജി. ആ ബുർജി ഉണ്ടാക്കി ഞാനും എടുത്തു, അത് കഴിച്ച് പിള്ളേരും എടുത്തു. അതുകൊണ്ട് ഇന്ന് എഗ് കറിയാക്കി. അപ്പോൾ ഈ മൺഡേ നമുക്ക് എഗ് കറി ഉണ്ടാക്കിക്കൊണ്ട് അവസാനിപ്പിക്കാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.